ഉത്സവരാത്രിയിലെ ഡാൻസ് പരിപാടിക്കിടെ സൗണ്ട് സിസ്റ്റവും ലൈറ്റ് സെറ്റും തകരാറിലായത് സംഘർഷത്തിന് കാരണമായി. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു സംഭവം. അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടായതിനാലാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തകരാറിലായതെന്നാണ് ഓപ്പറേറ്റർ പറയുന്നത്. ഉത്സവരാത്രിയിലെ ഡാൻസ് പരിപാടിക്കിടെയാണ് സൗണ്ട് സിസ്റ്റവും ലൈറ്റ് സെറ്റും തകരാറിലായത്. ഇതാണ് സംഘർഷത്തിന് കാരണമായത്. അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടായതിനാലാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തകരാറിലായതെന്ന് ഓപ്പറേറ്റർ പറഞ്ഞു. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു സംഭവം. പരിപാടി നിർത്തിവെച്ചതോടെ സംഘാടകരും കമ്മിറ്റി അംഗങ്ങളും തമ്മിൽ തർക്കവും ഉന്തുതള്ളുമായി. 400 വാട്ട് വൈദ്യുതി കടത്തിവിട്ടതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഓപ്പറേറ്റർ വ്യക്തമാക്കി. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളോടും പരാക്രമം നടന്നു. ഭാരവാഹികളെത്തി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും മൊബൈൽ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ മാത്രം ഉപയോഗിച്ചാണ് തുടർന്ന് പരിപാടി നടത്തിയത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ മേക്കപ്പ് ഇട്ട് നിന്ന കുരുന്നുകൾക്ക് ഡാൻസിന് അവസരമൊരുങ്ങിയപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞു. നിലവിലുള്ള സൗകര്യത്തിൽ പരിപാടി നടത്തി അവസാനിപ്പിക്കാമെന്ന് കരുതിയ നടത്തിപ്പുകാർക്ക് വീണ്ടും 8ന്റെ പണി കിട്ടി. തുടർച്ചയായുള്ള അമിത വൈദ്യുതി പ്രവാഹത്താൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബാക്കിയുള്ള ലൈറ്റുകളും ലാപ്ടോപ്പും പ്രൊജക്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും തകരാറിലായി. ഭാരവാഹികളും സംഭവത്തിൽ കൈമലർത്തിയതോടെ ലക്ഷങ്ങളുടെ നഷ്ടം എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പരിപാടി നടത്തിപ്പുകാർ. ആദ്യം നമ്മുടെ ഓഡിയോ കട്ടായി. ഇപ്പോൾ അവരോട് പറയുമ്പോൾ ഇത് അവർ നമ്മുടെ ന്യൂട്രൽ കട്ടായെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ മാത്രം സാധനം പോയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പരിചയക്കുറവാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവിടുന്ന് വരുന്ന ഈ ലൈനകത്ത് ഇപ്പോഴും ഈ ലൈനും വരുന്നുണ്ടല്ലോ. ഇപ്പം അവിടുന്ന് എന്തെങ്കിലും ഒരു സംഭവിച്ചാലും മാത്രമേ ഇത് 400 വോൾട്ട് കയറി വരും. നമ്മുടെ മെയിനത് നമ്മുടെ ലൈന് പോയി ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് ഓരോ സാധനവും പോയി. അവർ അതിൻ്റെ യാതൊരു ഉത്തരവാദിത്വം അവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അവരുടെ സാധനങ്ങളൊന്നും പോയിട്ടില്ല, നമ്മുടെ സാധനം മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പിഴ വന്നവർ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.